ഇങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ ബീഫ് കറി ഉണ്ടാക്കാൻ നോക്കുക കുക്കറിൽ. ഇനി ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുക. 1 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തത്. 1 കിലോ ബീഫാണ് എടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഏലക്കായ, കറുകാപ്പൂവ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ബേ ലീഫിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പിട്ടതിന് ശേഷം 4 പച്ചമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അത് ഇട്ടെടുത്ത് നല്ല മിക്സ് ചെയ്തെടുക്കുക. നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്രൗൺ കളറായി വരാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എത്രയെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നന്നായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് 1 തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫിൽ എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ബീഫിലേക്ക് വേണ്ടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ബീഫ് ഫുള്ളായിട്ട് മുങ്ങിപ്പോവരുത്, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ബീഫിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് ഫുള്ളായിട്ട് പാർന്ന് കൊടുക്കരുത്. ഇനി നന്നായിട്ട് വിസിലടുപ്പിക്കാം. ഞാനിത് 10 വിസിലാണ് അടുപ്പിച്ചത്. 10 വിസിലിന് ശേഷമാണ് തുറന്ന് നോക്കിയത്. ഇനി തുറക്കാം. ഇനി ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായി തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടി തേങ്ങാക്കൊത്താണ്. അതിനുവേണ്ടി ഫ്രൈ പാൻ ഓണാക്കാൻ വെക്കുക. ഇനി തേങ്ങാക്കൊത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ.